ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഇപ്പോൾ സമയം 6:45 7 മണിയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നോക്കാം. നമ്മളിന്ന് ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വയനാട് ആയതുകൊണ്ട് തന്നെ ഇന്നലെയൊക്കെ നല്ല മഴ. അപ്പോൾ ദോശക്ക് മാവ് വൈകുന്നേരം അരച്ച് വെച്ചാൽ തന്നെ പൊങ്ങി കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഞാൻ ഒരു കലം വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെയാണ് മാവ് അരച്ച് വെച്ചത്. നമുക്ക് എന്തായാലും നോക്കി വെക്കാം. കുഴപ്പമില്ല, പൊങ്ങി വന്നിട്ടുണ്ട്. കുഴപ്പമില്ലാണ്ട് പൊങ്ങിയിട്ടുണ്ട്. നമുക്ക് ഉപ്പിട്ടെടുത്തിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ പരിപ്പ് നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുക്കാം ഫസ്റ്റ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും, വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അങ്ങനെ ചീറ്റ് പുറത്ത് പോവാതെ കണ്ടിട്ട് ഇച്ചിരി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടിത് കുക്കർ അടച്ച് ഒരു 3 വിസിലിന് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിൻ്റെ ശേഷം നമുക്ക് സാമ്പാറിലേക്ക് വേണ്ട കഷ്ണങ്ങൾ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇഡ്ഡലി റെഡി ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എടുക്കാം. കണ്ടോ, നമ്മളെ പൂ പോലുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ട് നല്ല ഇഡ്ഡലി റെഡി കിട്ടിയിട്ടുണ്ട്. ഇനി കൂടി റെഡിയാക്കട്ടെ. അതാണ് നമ്മൾ ഇത്രയും പച്ചക്കറികളാട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കണേ. തേങ്ങ, ക്യാരറ്റ്, സവാള, ചെറിയുള്ളി, തക്കാളി, ബീറ്റ്റൂട്ട്, മുരിങ്ങക്കായ്. അപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കാം. എല്ലാം ഇതിക്ക് ഇട്ട് കൊടുക്കാം.
മുരിങ്ങക്കായ അത്യാവശ്യം നന്നായിട്ട് മൂത്ത മുരിങ്ങക്കായ, അതുകൊണ്ട് ഇത് നമ്മൾ കയ്യോടെ തന്നെ ഇട്ട് കൊടുക്കണം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് മസാലപ്പൊടികളും ചേർത്തിട്ട് ഒരു വിസിലിൽ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇതൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടാണ് ഈ പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. നമ്മൾ ഒരു സ്പൂണ് മുളക് പൊടി, സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഇതിൽ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കണം. നമുക്ക് തൂമിക്കുമ്പോൾ ലാസ്റ്റ് ഒന്ന് തൂമിച്ച് വയ്ക്കുമ്പോൾ ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് കായപ്പൊടി, അതൊന്ന് ചൂടാക്കിയിട്ട് ചട്ടി ആദ്യം ചൂടാക്കി എടുത്തതാട്ടോ. തീ കത്തണില്ല. നന്നായിട്ട് ചട്ടി ചൂടാക്കി എടുത്തിട്ട് അതിലിട്ട് വെറുതെ ഒന്ന് ചൂടാക്കണേ ഉള്ളൂ പൊടി. നമ്മളെ സാമ്പാർ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രഷറൊക്കെ പോയതിൻ്റെ ശേഷം കുക്കർ തുറന്നു. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വേണ്ടവർക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുക്കണില്ല. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചൂടായിന്ന് കുറച്ച് കടുക് ഇട്ടിട്ട് ഉപ്പിൻ്റെ ശേഷം ഓക്കെ. ഇത് അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്
ഒരു 1.5 സ്പൂണ് സാമ്പാർ പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കും. സാമ്പാർ നമ്മളെ സൂപ്പർ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അങ്ങനെ വേറൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.